അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 111 അധ്യായമായ സൂറ അൽ മസദിനെ കുറിച്ചാണ്. ഇതിൽ 5 വചനങ്ങളാണുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടുത്ത ശത്രുവായിരുന്ന പ്രവാചകൻ്റെ പിതൃവ്യൻ കൂടിയായ അബൂലഹബിനെയും ഭാര്യ ഉമ്മു ജമീലിനെയും കുറിച്ചാണ് ഈ സൂറത്തിൽ പ്രധാനമായും പറയുന്നത്. അബൂലഹബിൻ്റെ കൈകൾ നശിക്കട്ടെ എന്നും അവൻ സ്വയം നശിക്കുമെന്നും ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചതിനുള്ള അള്ളാഹുവിൻ്റെ ശാപവും കൂടിയാണ്. അബൂലഹബിൻ്റെ ധനമോ അവൻ നേടിയെടുത്ത പ്രതാപമോ അവനെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കില്ലെന്ന് ഈ സൂറത്ത് വ്യക്തമാക്കി പറയുന്നുണ്ട്. അബൂലഹബ് തീജ്വാലകളിലുള്ള നരകാഗ്നിയിൽ പ്രവേശിക്കുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും നരകത്തിൽ അവൻ്റെ കൂടെ ഉണ്ടാകുമെന്നും ഈ സൂറത്ത് വ്യക്തമാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ മുള്ളുകൾ വിതറി ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണ് അവളെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഉമ്മു ജമീലിൻ്റെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടാകുമെന്നും ഈ സൂറത്തിൽ പറയുന്നു. ഇത് അവൾക്ക് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷയുടെ കാഠിന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് പാഠങ്ങളുണ്ട്. സത്യത്തെയും പ്രവാചകനെയും എതിർക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും നാശവും പരാജയവും ഉണ്ടാകുമെന്നാണ് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. സത്യത്തെ എതിർക്കുന്നവർ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. കടുത്ത എതിർപ്പുകൾ നേരിടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആശ്വാസമാണ് ഈ സൂറത്ത് നൽകിയത്. സത്യത്തെ എതിർക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പാണെന്ന് ഉള്ള സന്ദേശം നമുക്കിതിലൂടെ ലഭിക്കുന്നു. എത്ര ധനമുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ പര്യാപ്തമല്ലെന്ന് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. അബൂലഹബിൻ്റെ ദുരന്തപൂർണമായ അന്ത്യം പ്രാപിക്കുകയും അള്ളാഹുവിൻ്റെ ദൂതനെ ഉപദ്രവിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമെന്നും വ്യക്തമാക്കുകയാണ് ഈ സൂറത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം.